എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ തന്നെ ഒരു 10-20 വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കും. നിങ്ങൾക്കാർക്കും എന്നെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല. ഞാൻ കല്യാണം കഴിക്കില്ല എന്നല്ല, എനിക്ക് എപ്പോഴെങ്കിലും ഒരു കല്യാണം കഴിക്കണമെന്ന് തോന്നുമ്പോൾ എനിക്കൊരു റൈറ്റ് പേഴ്സൺ വന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം. അല്ലാണ്ട് ഫോഴ്സ് ചെയ്ത് മറ്റേ ഈ സോഷ്യൽ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ഇന്ന പ്രായത്തിനുള്ളിൽ കല്യാണം കഴിക്കണം എന്ന് പറയുന്നത് എനിക്ക് ഓക്കെ അല്ല. ഭർത്താവിനെയും കുടുംബത്തെയും നന്നാക്കേണ്ടത് പെണ്ണാണോ? ഒരു ഇന്റർവ്യൂവിനിടെ അവതാരിക നിഖില വിമലിനോട് ചോദിച്ച ചോദ്യമാണിത്. ആദ്യം ആ ചോദ്യം കേട്ടതിന് ശേഷം നമുക്ക് സംസാരിച്ചു തുടങ്ങാം. പരിഗണന എന്താ? പെൺകുട്ടികളുടെ എല്ലാം കയ്യിൽ പൈസയാണ്. പെൺകുട്ടികൾ എന്താ കല്യാണം കഴിക്കാത്ത? പെൺകുട്ടികളുടെ എല്ലാം കയ്യിൽ പൈസയാണ്. അപ്പോൾ എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഭർത്താവിനെ നോക്കാൻ പറ്റില്ല, കുടുംബം നോക്കാൻ പറ്റില്ല. ഒക്കെ സിമിലർ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഹസ്ബൻഡിനെയും കുടുംബത്തിനെയും നോക്കാൻ പറ്റില്ല. ഇത് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, അപ്പോൾ ഈ ഹസ്ബൻഡിനെയും കുടുംബത്തിനെയും നന്നാക്കേണ്ടത് പെണ്ണാണോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വരാറുണ്ട്. നിഖിലേക്ക് അങ്ങനത്തെ ഒരു ചിന്ത എന്തെങ്കിലും വന്നിട്ടുണ്ട്? നിഖിലേക്ക് പറയാനുള്ളത് അവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് അവതാരികയുടെ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. സ്ത്രീകൾ ജോലിക്ക് പോകുന്നതും സമ്പാദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ പരക്കുന്ന, അതല്ലെങ്കിൽ ചില ആളുകൾ പറഞ്ഞു പരത്തുന്ന തെറ്റിദ്ധാരണകളെ കുറിച്ചാണ് അവതാരിക ചോദിച്ചത്. സ്ത്രീകൾ ജോലിക്ക് പോയി സമ്പാദിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയതോടെ ഡിവോഴ്സുകളുടെ എണ്ണവും കൂടി. സ്ത്രീകൾക്ക് ഇപ്പൊ കല്യാണമൊന്നും വേണ്ടാതായി, ഭർത്താവിന് വിലയില്ലാതായി, അഹങ്കാരികളായി, ഭർത്താവിന്റെ വീട്ടുകാരെ നോക്കാതെയായി. ഇതിനെല്ലാത്തിനും കാരണം എന്താ? സ്ത്രീകൾ ജോലിക്ക് പോകാൻ തുടങ്ങി, പണം സമ്പാദിക്കാൻ തുടങ്ങി. അങ്ങനെ ഇനി ആരുടെയും ആശ്രയമില്ലാതെ ജീവിക്കാൻ കഴിയുമെന്ന് കണ്ടപ്പോൾ അവർ അഹങ്കാരികളായി മാറി. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്ന സാധനങ്ങളാണ്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് ആരെങ്കിലും പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ? പെണ്ണ് ജോലിക്ക് പോകുന്നത് കൊണ്ടും 4 പുത്തൻ സമ്പാദിക്കുന്നത് കൊണ്ടും ആർക്കാണ് ഇത്ര കണ്ണുകടി? ശരിക്കും ഇവിടെ പെണ്ണ് സമ്പാദിക്കുന്നതാണോ പ്രശ്നം, അതോ ചില ആണുങ്ങൾക്ക് പഴയ പോലെ പെണ്ണുങ്ങളുടെ മേൽ കുതിര കയറാൻ പറ്റാത്തതാണോ പ്രശ്നം? ശരിക്കും അതാണ് പ്രശ്നം. സ്ത്രീ ജോലിക്ക് പോകുന്നതിനും പണം സമ്പാദിക്കുന്നതിനും മുമ്പ് അവൾക്ക് കിട്ടിയ മറ്റൊരു സാധനമുണ്ട്, വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിലൂടെ അവൾക്ക് കുറെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിഞ്ഞു. പക്ഷെ വിദ്യാഭ്യാസം മാത്രം കൊണ്ട് കാര്യമില്ല. കിട്ടിയ തിരിച്ചറിവ് മനസ്സിൽ വെച്ചിരുന്നിട്ട് എന്ത് ഗുണം? പഴയ പോലെ കല്യാണവും കഴിച്ച് ഭർത്താവ് പറയുന്നത് അനുസരിച്ച് ജീവിക്കേണ്ടി വരും. സോ അവൾക്ക് ഒരു ജോലി വേണം, പണം വേണം, എന്നാലും ഒരു അടിത്തറയുള്ളൂ, ധൈര്യമുള്ളൂ. എന്നാൽ മാത്രമേ തന്റെ അവകാശങ്ങൾ ഉറക്കെ വിളിച്ചു പറയാൻ കഴിയുകയുള്ളൂ. അങ്ങനെ വിളിച്ചു പറഞ്ഞാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ മിക്കവാറും ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും. അതിന് ജോലിയും പണവും വേണം. അപ്പൊ നിങ്ങൾക്ക് തോന്നും ആളുകൾ പറയുന്നതൊക്കെ ശരിയല്ലെന്ന്. അതായത് സ്ത്രീ ജോലി ചെയ്യാനും സമ്പാദിക്കാനും തുടങ്ങിയതാണല്ലോ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന്. അല്ല എന്നാണ് ഉത്തരം. അല്ലെങ്കിൽ അത് മാത്രമല്ല എന്നാണ് ഉത്തരം. അതൊരു പ്രോസസ്സാണ്, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എത്രയോ വർഷങ്ങൾ കൊണ്ട് പൊരുതി നേടിയതാണ്. സ്ത്രീകൾക്ക് തങ്ങളുടെ അവകാശങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വിദ്യാഭ്യാസവും ജോലിയും പണവും ഒക്കെ ആ അവകാശങ്ങൾ മുറുകെ പിടിക്കാൻ അവരെ സഹായിച്ചു എന്ന് മാത്രം. ഡിവോഴ്സും കല്യാണം വേണ്ട എന്ന തീരുമാനങ്ങളുമെല്ലാം പെണ്ണിന് ജോലിയും പണവും കിട്ടിയത് കൊണ്ട് സംഭവിച്ചതല്ല. ഇനിയും സഹിക്കാൻ വയ്യ എന്ന അവളെടുത്ത ഉറച്ച തീരുമാനത്തിൽ നിന്നുണ്ടായതാണ്. ഞാൻ പറഞ്ഞെന്താണെന്ന് മനസ്സിലായല്ലോ. പലരാലും അടിച്ചമർത്തപ്പെട്ട ജീവിതത്തിൽ നിന്നും ഇന്ന് തിരിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് വർഷങ്ങളുടെ പ്രയത്നമുണ്ട് ഇതിന് പിന്നിൽ. സ്ത്രീകൾ ആരും അടിച്ചമർത്തിയിട്ടില്ല എന്നൊന്നും പറഞ്ഞ് ആരും വരാൻ നിൽക്കണ്ട. എത്രയോ വർഷങ്ങൾ അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട് ജീവിക്കേണ്ടി വന്നവരാണ് സ്ത്രീകൾ. സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ബലി കൊടുത്ത് കുടുംബത്തിന് വേണ്ടി വീട്ടിനുള്ളിൽ ഒതുങ്ങി കഴിഞ്ഞവൾ തന്നെയാണ് സ്ത്രീകൾ. പക്ഷെ ഇങ്ങനെ ചങ്ങലക്കിടുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞാൽ ആ ചങ്ങല പൊട്ടിച്ച് സ്വാതന്ത്ര്യം നേടാൻ ആരും ശ്രമിക്കും. അങ്ങനെ വർഷങ്ങളോളമുള്ള ശ്രമങ്ങളുടെയും കൂടി ഫലമാണ് നിങ്ങൾ ഇന്ന് പറയുന്ന ഈ ജോലിയും പണവുമല്ല. സ്ത്രീകൾ പഴയ പോലെ തന്നെ ചൊൽപ്പടിക്ക് നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അതിന്റെ ഫ്രസ്ട്രേഷനിൽ പലരും ചേർന്ന് പഠിച്ചുണ്ടാക്കിയതാണ് നേരത്തെ അവതാരിക ചോദിച്ചതിന്റെ ആകെത്തുക. ഇക്കാലത്തും സ്ത്രീകൾ വീടും വീട്ടുകാരെ നോക്കിയിരിക്കണമെന്ന പലരുടെയും ചിന്തകളാണ് ഇത്തരം തെറ്റിദ്ധാരണകളായി പുറത്തേക്ക് വരുന്നത്. പിന്നെ ഇതിനെല്ലാം മറ്റൊരു വശം കൂടി ഉണ്ട് കേട്ടോ. അതായത് ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം എന്ന രീതിയിലേക്ക് ടോപ്പിക് വരുമ്പോൾ സ്ത്രീകളുടെ ബുദ്ധിമുട്ട് മാത്രം ചർച്ച ചെയ്താൽ മതിയാവില്ല എന്ന് എനിക്കറിയാം. കുടുംബത്തിന് വേണ്ടി പുരുഷന്മാർ സഹിക്കുന്ന കഷ്ടപ്പാടുകളും അവരുടെ ത്യാഗവും എല്ലാം എന്നും അണ്ടർ എസ്റ്റിമേറ്റഡോ അതല്ലെങ്കിൽ അണ്ടർ അപ്രീഷിയേറ്റഡോ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വീട്ടിലെ പണികൾ എടുക്കുന്ന ഒരു സ്ത്രീയെ നോക്കി ഇതൊക്കെ അവൾ തന്നെയല്ലേ ചെയ്യേണ്ടത്, അവളുടെ ഉത്തരവാദിത്വം തന്നെയല്ലേ എന്ന് പറയുന്ന പോലെ തന്നെ കുടുംബത്തിന്റെ സാമ്പത്തികം അടക്കമുള്ള എടുത്താൽ പൊങ്ങാത്ത ഭാരം ചുമക്കുന്ന പുരുഷന്മാരെ നോക്കി പിന്നെ ഇവനല്ലാതെ പിന്നെ ഇതൊക്കെ ആരാ ചെയ്യാ, ഇവന്റെ മാത്രം ഉത്തരവാദിത്തമാണിത്. പെങ്ങളെ കെട്ടിക്കേണ്ടി വരും, വീട് നോക്കേണ്ടി വരും, കുടുംബത്തിൽ എന്ത് പരിപാടികൾ ഉണ്ടെങ്കിലും മുന്നിൽ നിന്ന് നടത്തേണ്ടി വരും, പണം ചെലവാക്കേണ്ടി വരും. കയ്യിൽ പണില്ലെങ്കിൽ വല്ല ഗൾഫിലും പോയി പണിയെടുത്ത് പൈസ ഉണ്ടാക്കട്ടെ, ഇതൊക്കെ അവന്റെ ഉത്തരവാദിത്തമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആണുങ്ങളെയും കൂടി കഷ്ടത്തിലാക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. പണവും പത്രാസും ഇല്ലാത്ത ആണുങ്ങൾക്കൊക്കെ നാട്ടിലും വീട്ടിലും പട്ടി വിലയെ കിട്ടാറുള്ളൂ. അപ്പൊ പെണ്ണുങ്ങളെ പോലെ തന്നെ ആണുങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് വീട്ടിൽ തന്നെ ഇരിക്കാതെ പുറത്തിറങ്ങണം, ജോലി ചെയ്യണം, സമ്പാദിക്കണം, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കണം. പുരുഷനാണെങ്കിൽ എല്ലാ ബാധ്യതകളും കൂടി ഒറ്റയ്ക്ക് ചുമന്ന് മടുത്തു. സാമ്പത്തികമായി ഒരു എക്സ്ട്രാ സപ്പോർട്ട് കിട്ടിയെങ്കിൽ വളരെ ഉപകാരമായേനെ. അപ്പൊ പിന്നെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജോലിക്ക് പോട്ടെ, എല്ലാ ഉത്തരവാദിത്തങ്ങളും ഷെയർ ചെയ്ത് ജീവിക്കട്ടെ, വീട് നോക്കുന്നതിലും സാമ്പത്തികപരമായ കാര്യങ്ങളും എല്ലാം പറ്റുന്ന പോലെ ഷെയർ ചെയ്യട്ടെ. അപ്പൊ പിന്നെ രണ്ടുപേരുടെയും പരാതി തീർന്നു കിട്ടുമല്ലോ. പിന്നെ മറ്റൊരു കാര്യം, മനുഷ്യനുള്ളിടത്തോളം കാലം ഇതേപോലെ പരാതികളും പരിഭവങ്ങളും അവകാശ ലംഘനങ്ങളും എല്ലാം ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ നോക്കി
നോക്കിയും കണ്ടും പരിഹരിച്ചു മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏക വഴി. അപ്പൊ നമുക്ക് നേരത്തെ അവതാരിക ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവിനെയും ഭർത്താവിന്റെ മാതാപിതാക്കളെയും പരിചരിച്ച് തീർക്കേണ്ടതാണോ പെണ്ണിന്റെ ജീവിതം? ഭർത്താവിനെയും കുടുംബത്തെയും നന്നാക്കേണ്ടത് പെണ്ണാണോ? ഈ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു. ഇനി നിഖില വിമലിന് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം. ഒരു കാരണവശാലും അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അത് വേണമെങ്കിൽ നിങ്ങൾ സ്വയം നന്നാവുക എന്ന് പറയുന്നതാണ് എൻ്റെ പോളിസി. ഞാൻ നിങ്ങളെ നന്നാക്കുകയില്ല, എനിക്ക് നിങ്ങളെ മോശമാക്കാനും താല്പര്യമില്ല. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിൽക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷെ എനിക്ക് അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവുക എന്ന് പറയുന്ന സ്പേസ് നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, ഞാൻ നിങ്ങളെ നന്നാക്കാനും വരുന്നില്ല, മോശമാക്കാനും വരുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിച്ചോളൂ, പക്ഷെ എനിക്ക് അത് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും. ഇതാണ് നിഖിലയുടെ സ്റ്റാൻഡ്. കൊള്ളാം, കേൾക്കാനൊരു പഞ്ചൊക്കെ ഉണ്ട്, നല്ലൊരു നിലപാട് തന്നെയാണ്, കുറ്റം പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ നിങ്ങൾ ജീവിച്ചോ, എനിക്ക് നിങ്ങളെ നന്നാക്കാനൊന്നും കഴിയില്ല. എനിക്ക് പിടിച്ചില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും, അത്രേ ഉള്ളൂ. പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ നിഖില പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നന്നായി ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം പെട്ടെന്നൊരു ദിവസം എനിക്ക് മടുത്തു, നിന്നെ നന്നാക്കാനൊന്നും എനിക്ക് കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഒരാളും ഇറങ്ങി പോരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ശ്രമിക്കും അല്ലേ, മാക്സിമം ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കും. ഒരു വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ അവിടെ നിന്നും ഇറങ്ങി പോരുകയുള്ളൂ. നിഖില പറഞ്ഞത് ശരി തന്നെയാണ്. അല്ലെങ്കിലും ഒരാളെ നന്നാക്കേണ്ട ഉത്തരവാദിത്വം ഒന്നും വേറെ ആർക്കും ഇല്ല. പക്ഷെ ഇതൊരു ഉത്തരവാദിത്തമായി കാണുമ്പോഴാണ് പ്രശ്നം. അതും സ്വന്തം പാർട്ണറുടെ കാര്യത്തിൽ ഇങ്ങനെ കാണുമ്പോഴാണ് പ്രശ്നം. ഒരു റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് നമ്മുടെ പാർട്ണറുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം ചെയ്യുന്നത് പാർട്ണറെ തിരുത്താൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിൽ പോകാനെങ്കിലും നമ്മൾ ശ്രമിക്കും അല്ലെ. എന്നിട്ടും കഴിഞ്ഞില്ലെങ്കിൽ ഇറങ്ങി പോരുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ഭൂരിഭാഗം വരുന്ന റിലേഷൻഷിപ്പുകളും അങ്ങനെ തന്നെയാണ്. അല്ലാതെ എല്ലാം തികഞ്ഞ ബന്ധങ്ങളൊന്നും ആർക്കും കിട്ടാൻ പോണില്ല. നിഖില പറഞ്ഞ പോലെ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. ഇനി ടോക്സിക് റിലേഷൻഷിപ്പുകളാണെങ്കിൽ രണ്ടാമതൊന്നും ചിന്തിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോരുക തന്നെ വേണം. ഇന്ന് കുറച്ച് സ്ത്രീകൾക്കെങ്കിലും അങ്ങനെ ഇറങ്ങി പോരാൻ കഴിയുന്നുണ്ട്. സ്ത്രീകൾക്ക് അങ്ങനെ ഇറങ്ങി പോരാനുള്ള ധൈര്യം കൊടുക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന ജോലിയും കൂലിയും ഉള്ളത് കൊണ്ടാണെങ്കിൽ അത് വളരെ നന്നായി എന്ന് ഞാൻ പറയും. എന്തായാലും നിഖില തുടർന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടി ഒന്ന് കേട്ടോക്കാം. അത് ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു പരിധി കൂടുതൽ നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കരുത്. നമ്മൾ സഹിച്ച് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് എന്താ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്യൂച്ചറിലേക്ക് ആലോചിക്കുമ്പോൾ ചെയ്യാമായിരുന്നു, നമുക്ക് വേറൊരു ലൈഫ് ഉണ്ടായേനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് പല ആൾക്കാർക്കും ചെയ്യാൻ പറ്റാത്തത് ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ലാത്തതോ അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടായിരിക്കും അതില്ലാത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ഞാൻ എപ്പോഴും എൻ്റെ ഇപ്പം ഞാൻ സിനിമയിൽ വന്നതുകൊണ്ടാണ്. അല്ലാതെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു തോട്ടുണ്ട്. അപ്പം എൻ്റെ കൂടെ പഠിക്കുമ്പം ഞാനിത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിച്ചത് ഒരു മുസ്ലിം കോളേജിലാണ്, സർ സയ്യിദ് കോളേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ തന്നെ ഒരു 10-20 വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കും. ഞങ്ങൾ അവിടുത്തെ ഒരു സെറ്റപ്പിൽ അങ്ങനെയാണല്ലോ അപ്പൊ ഞാൻ എപ്പോഴും പറയും ഇത് കഴിഞ്ഞിട്ട് പഠിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പഠിക്കും, ഭർത്താവ് പഠിക്കാൻ വിടും. ഞാൻ ഭർത്താവല്ല പഠിക്കാൻ വിടണം, നീ പഠിക്കുമോ എന്നുള്ളതാ ചോദിക്കണേന്ന്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ് ശല്യം ചെയ്തിട്ട് ഇപ്പൊ പഠിച്ച ഡിഗ്രി എടുത്ത എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അതായത് എന്തൊരു ശല്യമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് നിങ്ങൾക്ക് അറിയില്ല, ഇപ്പം അറിയില്ല. അതായത് നാളെ എന്തെങ്കിലും അതിപ്പം ഡിവോഴ്സ് തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി ഭർത്താവിൻ്റെ ഒരു ഫിനാൻഷ്യൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് വെറുതെ നോക്കി നിൽക്കുന്ന പോലത്തെ ഒരു സ്പേസിൽ നിങ്ങൾ വരരുത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയാറുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വളരെ പ്രോഗ്രസീവായ വാലിഡ് ആയ കാര്യങ്ങളാണ് നിഖില സംസാരിച്ചത് അല്ലേ. പെണ്ണിനൊരു ജോലിയും സമ്പാദ്യവും വേണം. അത് ഡിവേഴ്സ് ആവുന്ന സമയത്ത് ഉപകരിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് തന്റെ പാർട്ണർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അയാളെ സഹായിക്കാനും കൂടി വേണ്ടിയാണെന്ന് നിഖില പറഞ്ഞത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പോസിറ്റീവായിട്ടും ഈ കാര്യത്തിൽ നമുക്ക് നോക്കി കാണാമല്ലോ. പെണ്ണ് പഠിക്കുന്നതും സമ്പാദിക്കുന്നതും സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി മാത്രമാണ്, സ്വന്തം കാര്യം നിൽക്കാനാണ്. പക്ഷെ ആണുങ്ങൾ അങ്ങനെയല്ല, അവർ കുടുംബം നോക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് തുടങ്ങിയ ഒരുപാട് കമന്റുകൾ നിഖിലയുടെ ഇന്റർവ്യൂവിന് താഴെ വന്നിട്ടുണ്ട്. അവർക്കുള്ള മറുപടിയും കൂടിയാണ് നിഖിൽ ഇവിടെ കൊടുത്തത്. 1-2 മനുഷ്യ വായിച്ചുതരാം. ആണിന് ജോലി കിട്ടിയാൽ കുടുംബം നോക്കണം, പെണ്ണിന് ജോലി കിട്ടിയാൽ സ്വന്തം കാലിൽ നിൽക്കണം. ആ ചിന്തയാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ഒരു ജോലിക്ക് കാത്തു കിടക്കുന്ന ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചിന്ത, അവന്റെ കുടുംബം, അവന്റെ അച്ഛൻ, അമ്മ, ബാക്കിയുള്ളവർ ഇങ്ങനെ ആയിരിക്കും. അതേസമയം ഒരു പെൺകുട്ടിയാണെങ്കിൽ നേരെ മറിച്ച് ജോലിയും ശമ്പളവും ആയാൽ എനിക്കിനി ആരെയും വേണ്ട, സ്വന്തം കാലിൽ നിൽക്കാനായി പുതിയ തലമുറയിൽ സംഭവിച്ചത് അത് തന്നെയാണ്. വരുമാനവുമായി കഴിഞ്ഞാൽ ആരും വേണ്ട, സ്വന്തം കാര്യം മാത്രം, അതിലേക്ക് ഇടുങ്ങി പോവുകയാണ്. ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ
പ്രവർത്തനങ്ങളാണെന്ന് ഞാൻ പറയൂ. ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന എത്രയോ സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. അല്ലാതെ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി മാത്രം ജോലിക്ക് പോകുന്ന സ്ത്രീകളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ പുരുഷന്മാരിൽ മോശം ആളുകളില്ലേ, അതേപോലെ സ്ത്രീകളിലും മോശം ആളുകൾ കാണും. അതുകൊണ്ട് കുറച്ച് പേര് എന്തെങ്കിലും ചെയ്തെന്ന് വെച്ച് ജനറലൈസ് ചെയ്യുന്നതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഇനിയും ഇതുപോലുള്ള ഒരുപാട് കമന്റുകൾ ഉണ്ട്. താൻ കല്യാണത്തിനെതിരല്ല എന്നും, എന്നാൽ എപ്പോ കല്യാണം കഴിക്കണമെന്നും ആരെ കല്യാണം കഴിക്കണമെന്നും താൻ തീരുമാനിക്കുമെന്നും, ഒരിക്കലും ആരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് കല്യാണം കഴിക്കാൻ തന്നെ കിട്ടില്ലെന്നും നിഖില തുടർന്ന് പറയുന്നുണ്ട്. നിഖിലയുടെ ഈ സ്റ്റേറ്റ്മെന്റ് പലർക്കും പിടിച്ചിട്ടില്ല. ഒരുപാട് പേർ വളരെ മോശം ഭാഷയിൽ നിഖിലയെ വിമർശിച്ചുകൊണ്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി വായിക്കുന്നില്ല, അതിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു കമന്റ് ഞാൻ വായിച്ചുതരാം. നിഖിലക്ക് ഒരു നല്ല ഭാര്യയാകാൻ പറ്റില്ല, കെട്ടാതിരിക്കുന്നതാണ് നല്ലത്. ഉപദേശത്തിന് നന്ദി. ഇവരാണല്ലോ തീരുമാനിക്കണം നിഖില കെട്ടണമോ വേണ്ടേ എന്നുള്ളത്. ഇങ്ങനെയൊക്കെയാണ് ഓരോരോ കമന്റുകൾ വരുന്നത്. എല്ലാം കൂടി ഞാൻ വായിക്കുന്നില്ല, ഇപ്പൊ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയല്ലോ. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ടോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.